സിമ്പിൾ ആയിട്ട് ഒരു ലോഗിൻ പേജ് രജിസ്ട്രേഷൻ പേജ് ആണ് ചെയ്തിട്ടുള്ള. ഞാൻ ജാങ്കോ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിന്റെ പേരാണ് യൂസർ. എന്നിട്ട് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റിംഗ്സിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് ഇൻസ്റ്റാൾ ആപ്പിനോട് എഴുതിയിട്ടുണ്ട്. ടെംപ്ലേറ്റിന്റെ പാത്ത് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാറ്റാബേസും ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പോസ്റ്റ് SQL ആണ് യൂസ് ചെയ്യുന്നത്, അതും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പിന്നെ URL പ്രോജക്റ്റിൽ നിന്നും ഏത് ആപ്പിലോട്ട് പോകാനുള്ള URL സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കണക്ക് ആപ്പിന്റെ അകത്തുള്ള URLസും ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആപ്പിന്റെ അകത്തുള്ള URLs. എന്നിട്ട് 3 പേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോഗിൻ പേജിന്, ഒന്ന് രജിസ്ട്രേഷൻ പേജിന്, ഒന്ന് വെൽക്കം പേജിന്. അതിന് വേണ്ടിയുള്ള കറസ്പോണ്ടിങ് ഫംഗ്ഷൻസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ലോഗിൻ പേജ്. ഇതാണ് രജിസ്ട്രേഷൻ പേജ്. ഇതാണ് വെൽക്കം പേജ്. പക്ഷേ ലോഗിൻ സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ, യൂസറിനെ തിരിച്ചറിഞ്ഞ് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് നേരെ വെൽക്കം പേജിലോട്ട് പോകാം. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും ലോഗിൻ പേജിലോട്ട് വരാം. ഓക്കെ, സെക്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ പൊതുവെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യൂസറിനെ തിരിച്ചറിയാൻ വേണ്ടിയാണ് സെക്ഷൻ പൊതുവെ യൂസ് ചെയ്യുന്നത്. അപ്പൊ സെക്ഷനും കൂടി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് പഠിക്കാം. എന്നിട്ട് ഇത് ഒരു MD സ്ട്രിംഗ് കൊടുക്കും. ഫസ്റ്റ് ലോഡ് ആവുന്നത് ലോഗിൻ പേജ് ആയിരിക്കും. അക്കൗണ്ട് എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് രജിസ്ട്രേഷൻ ബട്ടണിൽ കയറിയിട്ട് ഒരു രജിസ്ട്രേഷൻ ഫോം പോകും. ഇവിടെ ഒന്ന് രജിസ്റ്റർ ചെയ്യാം. ഞാൻ അതിനകത്ത് ഡാറ്റാബേസ് മീൻസ് മോഡൽ ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടൊന്നുമില്ല. മോഡൽ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് അതിന്റെ ഫോംസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ലോഗിൻ പേജിന്റെ കോഡ്. ബൂട്ട്സ്ട്രാപ്പ് യൂസ് ചെയ്താണ് ഞാൻ ചെയ്തേക്കുന്നത്. അതാണ് രജിസ്ട്രേഷൻ പേജിന്റെ കോഡ്. ഇതിന്റെ സ്കെൽട്ടൺ കോഡ് ഞാൻ എന്തായാലും മെസ്സേജ് ബോക്സിനകത്ത് കൊടുത്തേക്കാം. ഇത് വെൽക്കം പേജില്ല. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫോമിന്റെ ബാക്കി ഡിസൈൻ കംപ്ലീറ്റ് ആക്കാം. അപ്പൊ രജിസ്ട്രേഷൻ ഫോമിന്റെ അതൊരു ടേബിൾ വേണം. ആ ടേബിൾ വെച്ച് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഫോം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇൻപുട്ട് ടാക്സ് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഡാറ്റാസ് നമ്മുടെ ഡാറ്റാബേസിലോട്ട് പോകും. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മളെ ആപ്പിലുള്ള models.py വരാം. എന്നിട്ട് ആ ഒരു സെയിം ആപ്പിന്റെ അകത്ത് തന്നെ forms.py എന്ന് പറഞ്ഞൊരു ഫയൽ കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് ഫ്രം ജാങ്കോ ഇമ്പോർട്ട് ഫോംസ് കൊടുത്തേക്കാം. എന്നിട്ട് നേരെ മോഡലിൽ പോയിട്ട് എന്ത് ചെയ്യണം, നമുക്കൊരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഡാറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ഒരു ക്ലാസ് നെയിം ഇവിടെ യൂസർ രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കുന്നു. models.model പറഞ്ഞു കൊടുക്കുന്നു. ഫീൽഡ് ഏതൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് യൂസറിന്റെ നെയിം, ഒന്ന് ഇമെയിൽ, പാസ്വേഡ്, പിന്നെ പ്രൈമറി കീ. പിന്നെ ഇവിടെ പ്രൈമറി കീക്ക് നമ്മൾ 1 2 3 എന്ന് കൊടുക്കാതെ ഒരു 32 ബിറ്റിന്റെ റാൻഡം ആയിട്ടുള്ള നമ്പറാണ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം യൂസർ ID ഒക്കെ 1 2 3 എന്നൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലവർക്ക് നമ്മൾ URL നിന്ന് ചില ഡേറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. അതിന് പകരം കുറച്ചുകൂടി സെക്യൂർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ പ്രൈമറിക്ക് നമ്മളെ യൂസർ ID ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒരു 32 ബിറ്റിലോട്ട് കൺവേർട്ട് ചെയ്ത് അയച്ചു കൊടുക്കും. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യും. ഇമ്പോർട്ട് UUID എന്ന് പറഞ്ഞൊരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്യും. ഈ മൊഡ്യൂൾ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 32 ബിറ്റിന്റെ ഒരു റാൻഡം ആയിട്ടുള്ള വേർഡ്സ് വെച്ച് യുണീക്ക് ആയിട്ടുള്ള പ്രൈമറി കീ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് യൂസറിന് വേണ്ടി ഒരു യൂസർ ID ക്രിയേറ്റ് ചെയ്യാം. ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാം ഈക്വൽ ടു UUID ഫീൽഡ്. model.UUID ഫീൽഡിനകത്ത് എന്ത് ചെയ്യണം, ഈ ഫീൽഡിനെ എന്താക്കി സെറ്റ് ചെയ്യണം, പ്രൈമറി കീ ആയിട്ട് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്യണം. പ്രൈമറി ഈക്വൽ ടു ട്രൂ. എന്നിട്ട് യുണീക്ക് ഈക്വൽ ടു എല്ലാ വാല്യൂസും എന്തായിരിക്കണം, യുണീക്ക് ആയിരിക്കണം. അതിനുവേണ്ടി യുണീക്ക് ഈക്വൽ ടു ട്രൂ എന്നും കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ ഡിഫാൾട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫാൾട്ട് ഈക്വൽ ടു UUID ഡോട്ട് ഇതിന്റെ ഒരു ഫോർമാറ്റ് ആണ് UUID4. എന്നിട്ട് എഡിറ്റബിൾ ഈക്വൽ ടു ഫാൾസ് എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഫാൾസ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് UUID ഫീൽഡ് സെറ്റ് ചെയ്യുന്നത്. ഒരു 32 ബിറ്റിന്റെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഫീൽഡ് ആയിരിക്കും നമുക്ക് ജനറേറ്റ് ചെയ്ത് വരുന്നത്. അത് നമുക്ക് വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, നെയിം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നെയിം ഈക്വൽ ടു ക്യാരക്ടർ ഫീൽഡ് മാക്സ് ലെന്ത് 30 കൊടുക്കാം.
ഇനി മെയിൽ സ്റ്റോർ ചെയ്യണം. അപ്പൊ ഇമെയിലിന് വേണ്ടി ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. ഇമെയിൽ ഫീൽഡ്. ഓക്കെ, അതിന്റെ ക്യാരക്ടർ മാക്സ് മാത്രം തന്നെ കൊടുത്തേക്കാം. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനി പാസ്വേഡിന് വേണ്ടി ഒരു ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുക. അതും ക്യാർ ഫീൽഡായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് 50 കൊടുത്തേക്കാം തൽക്കാലം. ഓക്കെ, 50 അല്ലെങ്കിൽ 254 കൊടുത്തേക്കാം. 254 അല്ലെങ്കിൽ ക്യാർ ഫീൽഡ് വേണ്ട. പാസ്വേഡിന് ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കാം. കാരണം ഇവിടെ നമ്മൾ പാസ്വേഡ് എന്ത് ചെയ്യണം? ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ഡീക്രിപ്റ്റ് ചെയ്യണം. ഒരു മനസ്സിലാവുന്ന ഭാഷയിൽ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പൊ അതിനുവേണ്ടി വലിയ കംപ്രഷൻ ചെയ്യണം. അപ്പൊ ടെക്സ്റ്റ് ഫീൽഡ് തന്നെ കൊടുക്കാം. ഫോം ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ ടെക്സ്റ്റ് ഫീൽഡിനെ ക്യാർ ഫീൽഡിൽ കൺവേർട്ട് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ 1 2 3 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഡേറ്റാബേസിൽ 1 2 3 എന്ന് കിടക്കണ കണ്ടു കഴിഞ്ഞാൽ ആരൊക്കെ വേണമെങ്കിലും എടുക്കാൻ പറ്റും. പകരം 1 2 3ന് വേറൊരു റാൻഡം ആയിട്ടുള്ള വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കും. അത് കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിരിക്കും. പിന്നെ ക്രിയേറ്റഡ് എപ്പോഴാണ് ക്രിയേറ്റ് ചെയ്തത് അത് നമുക്ക് ഡേറ്റ് ആൻഡ് ടൈം ഫീൽഡിന്റെ അകത്ത് കൊടുക്കാം. അതിൻ്റെ അകത്ത് ആട്ടോ നൗ ആഡ് ട്രൂ ആക്കി സെറ്റ് കൊടുത്താൽ മതി. അപ്പൊ ഇൻസെർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഡേറ്റും ടൈമും ആയിരിക്കും പോകുന്നത്. ഇനി നമുക്ക് എന്ത് വേണം? ഈസ് ഡിലീറ്റ് ആയിട്ട് നമ്മൾ ഒരു കോളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈസ് ഡിലീറ്റിന്റെ അകത്ത് നമുക്ക് എന്ത് ഫീൽഡ് ബൂളിയൻ ഫീൽഡ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന്റെ അകത്ത് നമുക്ക് എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം? ഡിഫാൾട്ട് ഈക്വൽ ടു ട്രൂ എന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ടേബിളിന് ഒരു പേര് കൊടുക്കാം. അതിനുവേണ്ടി മെറ്റാ ക്ലാസ് db അണ്ടർസ്കോർ ടേബിൾ ഈക്വൽ ടു യൂസർ രജിസ്ട്രേഷൻ. ഓക്കെ, ക്ലാസ് നെയിം തന്നെയാണ് ഞാൻ ഇപ്പോൾ ടേബിൾ ആയിട്ട് കൊടുത്തേക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഇപ്പൊ മെറ്റാ ഡേറ്റ കൊടുത്തില്ലെങ്കിൽ നമ്മൾ ആപ്പിന്റെ പേരും കൂടിയായിട്ട് വരും. യൂസർ ഡോട്ട് അല്ല യൂസർ അണ്ടർസ്കോർ യൂസർ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ വരും. അപ്പൊ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യണ വാല്യൂസ് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൈഗ്രേറ്റ് ചെയ്യാം. പൈതൺ മാനേജ് ഡോട്ട് പി വൈ മേക്ക് മൈഗ്രേഷൻസ്. ഓക്കെ, നമ്മളെ മൈഗ്രേഷൻ സക്സസ്ഫുൾ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ മൈഗ്രേറ്റ് ചെയ്യാം. മൈഗ്രേറ്റ്സ് സ്പെല്ലിംഗ് എത്തിപ്പോയാണ്. മൈഗ്രേറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്തെങ്കിലും ഡേറ്റാബേസിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനത്തെ ടേബിൾ വന്നിട്ടുണ്ടായില്ലേ നമുക്ക് എന്തെങ്കിലും ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, വന്നിട്ടുണ്ട്. യൂസർ രജിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ടേബിൾ നമ്മൾ വന്നിട്ടുണ്ട്. അതിനകത്ത് കറസ്പോണ്ടിങ് ഫീൽഡ് യൂസർ ഐ ഡി, നെയിം, ഇമെയിൽ, പാസ്വേഡ്, ക്രിയേറ്റഡ് അറ്റ് ഈസ് ഡിലീറ്റ്. ഇവിടെ ഐ ഡി എന്ന് പറഞ്ഞ് വന്നില്ല. കാരണം പ്രൈമറി കീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഏതെന്ന് പറഞ്ഞാൽ യൂസർ ഫീൽഡ് എന്ന ഫീൽഡിന് പ്രൈമറി കീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് UUID ആണ്. ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യാൻ പോകണം? ഷെല്ല് ഓപ്പൺ ചെയ്യാം. പൈതൺ മാനേജ് ഡോട്ട് പി വൈ ഷെല്ലിന്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം? ഈ മോഡലിനെ ഇമ്പോർട്ട് ചെയ്യാം. അപ്പൊ ഫ്രം യൂസർ ഡോട്ട് മോഡൽസ് ഇമ്പോർട്ട്. നമ്മൾ മോഡലിന്റെ പേര് എന്താണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത യൂസർ രജിസ്റ്റർ. പാസ്വേഡിനെ ഇപ്പൊ കൺവേർട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതിനകത്ത് UID നമ്മളെ പ്രൈമറി കീ എങ്ങനെ ഇരിക്കും എന്നുള്ള ഫോർമാറ്റ് കാണിച്ചു തരാം. ഓക്കെ, ഇനി നമുക്ക് ഒരു വാല്യൂ ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ ഡയറക്റ്റ് നമ്മൾ മോഡൽ വിളിക്കണം. മോഡൽ രജിസ്റ്റർ ബ്രാക്കറ്റിന്റെ അകത്ത് യൂസർ ID കൊടുക്കണം. ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യണതാണ്. നൈമിന്റെ അവിടെ നമുക്ക് എന്താ കൊടുക്കാം? ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഇപ്പൊ അമൽ കൊടുക്കുകയാണ്. അമല്. അടുത്ത ഏത് ഫീൽഡാണ്? ഇമെയിൽ. അതിൻ്റെ അകത്ത് എന്ത് ഫീൽഡ് കൊടുക്കുന്നു? ജസ്റ്റ് അല്ലെങ്കിൽ gmail.com എന്ന് കൊടുക്കുന്നു. ഇനി ഏത് വാല്യൂ ആണ്? പാസ്വേഡ് ഈക്വൽ ടു 1 2 3 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ഡോട്ട് സേവ് ചെയ്യാം. പിന്നെ നമുക്ക് ഡേറ്റാബേസിൽ പോയിട്ട് നോക്കാം. ഓക്കെ, ഡേറ്റാബേസ് വന്നപ്പോൾ വാല്യൂ ആഡ് ചെയ്തിട്ടുണ്ട്. അയ്യോ, ബൂളിയൻ ഈക്വൽ ട്രൂ വന്ന ബൂളിയൻ ഈക്വൽ ടു ഫാൾസ് ആണേ. ഓക്കെ, ഞാൻ അത് വിട്ടുപോയാണ്. ഡേറ്റാബേസിലോട്ട് വരുമ്പോൾ കണ്ട എനിക്ക് സാധാരണ 1 2 3 എന്ന് വരാതെ എനിക്ക് എന്തോന്നു ഒരു
32 ബിറ്റ് 32 ബിറ്റോ 16 ബിറ്റിലോട്ടോ ഒരു റാൻഡം ആയിട്ടുള്ള വാല്യൂസ് ആണ് എനിക്ക് വന്നത്. അപ്പൊ നമ്മൾ ലിങ്കിൽ കൂടെ ഒക്കെ വല്ലതും പാസ് ചെയ്താൽ പോലും നമുക്ക് പെട്ടെന്ന് ഒരാൾക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അറിയാൻ പറ്റത്തില്ല. കുറച്ചുകൂടി സെക്യൂർ ആകാൻ വേണ്ടി ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ അബദ്ധത്തിലൂടെ ഫാൾസ് ആണ് ആദ്യം സെറ്റ് ചെയ്യാം, ട്രൂ കൊടുത്ത്. ഇനി നമ്മൾ അല്ലാതെ ഫോം ക്രിയേറ്റ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യാൻ നേരത്തെ ഈ പാസ്വേഡും ഇത് കണക്ക് ഒരു കോഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ചെയ്യണം. സെക്യൂരിറ്റി കൂട്ടാണ്. കാരണം ഡയറക്റ്റ് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാൻ പറ്റും, എടുക്കാൻ പറ്റുമെങ്കിൽ ജിമെയിൽ ഐ ഡി കിട്ടി, പാസ്വേഡ് കിട്ടി, ഡയറക്റ്റ് ആയിട്ട് കയറാൻ പറ്റും. അപ്പൊ സെക്യൂർ അല്ല. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? എൻക്രിപ്റ്റ് ചെയ്യണം. ഓക്കെ, യു ഐ ഡി യൂസ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. ജസ്റ്റ് യൂണീക്ക് ആയിട്ടുള്ള ഐഡീസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഓക്കെ, ഒന്നും കൂടി ഞാൻ മൈഗ്രേറ്റ് ചെയ്യാണ്. എക്സിറ്റ് ചെയ്യാം. ഒന്നും കൂടി മൈഗ്രേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഡിഫാൾട്ട് ഫാൾസ് ആണ് സെറ്റ് ചെയ്യാനുള്ള. ഞാൻ അപ്പുറത്തെ ട്രൂ എന്ന് അടിച്ചു കൊടുത്ത് മേക്ക് മൈഗ്രേഷൻ ആൾട്ടർ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? മൈഗ്രേറ്റും കൂടി ഞാൻ ചെയ്യാം. ഓക്കെ, ഇനിയൊന്ന് എനിക്കൊന്ന് അടുത്ത വാല്യൂ ഇൻസേർട്ട് ചെയ്യുമ്പോൾ എനിക്കൊന്ന് ട്രൂ ആയിരിക്കും. ട്രൂ ആയി, പക്ഷേ ഫാൾസ് ആയി വരണം. വന്നില്ലെങ്കിൽ എല്ലാം ഒന്നും കൂടി ആൾട്ടർ ചെയ്ത് നോക്കിയാൽ മതി. അല്ലെങ്കിൽ ഈ വാല്യൂ ഡിലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് നോക്കണ്ട. ഇപ്പൊ മെയിൻ ആയിട്ട് ഫോക്കസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോഗിൻ പേജിന്റെ ആണ്. അപ്പൊ നമ്മൾ ഡാറ്റാബേസിന്റെ അകത്ത് ടേബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ മോഡൽ യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം? ഈ മോഡൽ യൂസ് ചെയ്ത് ഇവിടെ ഫീൽഡ് ക്രിയേറ്റ് ചെയ്യണം, ഇവിടെ ഫോം ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി ഈ മോഡൽ യൂസ് ചെയ്ത് എന്താണ്? ഫോം ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഇവിടെ മോഡൽ വിളിക്കണം. നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത മോഡൽ സെയിം ഫോൾഡർ ആയിട്ട് ഡോട്ട് ഇമ്പോർട്ട് സെയിം ഡോട്ട് അല്ല, ഫ്രം യൂസർ. ഏത് ഫോൾഡറിനാണ് എനിക്ക് വേണ്ടത്? യൂസർ എന്ന ഫോൾഡറിനകത്ത് എന്താണ് എനിക്ക് എടുക്കാനുള്ള മോഡൽസ് ഇമ്പോർട്ട്. അതിൽ നിന്ന് ഏത് മോഡലാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള? യൂസർ റേസ് എന്ന് പറഞ്ഞാൽ ഈ മോഡലാണ് എനിക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള. ഓക്കെ, എന്നിട്ട് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാം. ബ്രാക്കറ്റിന്റെ അകത്ത് ഫോംസ് ഡോട്ട് മോഡൽ ഫോം യൂസ് ചെയ്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം, മോഡൽ ഫോം. ഓക്കെ, എന്നിട്ട് ഇതിനകത്ത് ക്ലാസ് മെറ്റ എന്നിട്ട് ഇതിൻ്റെ അകത്ത് മോഡലിന്റെ പേര് നമ്മൾ ഏത് മോഡലാണ് യൂസ് ചെയ്യണം? യൂസർ രജിസ്ട്രേഷൻ എന്ന മോഡലാണ് യൂസ് ചെയ്യണം. നമുക്ക് എല്ലാ ഫീൽഡും ഇവിടെ ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക് ഏതൊക്കെ ഫീൽഡ് മാത്രം നമുക്ക് മതി? നൈം, ഇമെയിൽ, പാസ്വേഡ് എന്നുള്ള ഫീൽഡ് മാത്രം മതി. ഈ ക്രിയേറ്റ് ആയിട്ടും ഈ ഡിലീറ്റ് ആയിട്ടും യൂസർ ഐ ഡി ഒന്നും നമുക്ക് വേണ്ട. ഇപ്പൊ നമുക്ക് എക്സ്ക്ലൂഡ് ഉപയോഗിക്കാം, ഫീൽഡ് യൂസ് ചെയ്യാം. ഇപ്പൊ ഏത് യൂസ് ചെയ്യാം? ഫീൽഡ് യൂസ് ചെയ്യാം. ഫീൽഡ്സ് ഈക്വൽ ടു സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് നമുക്ക് ഏതൊക്കെ മതി? കാരണം കുറച്ചല്ലേ ഉള്ളൂ. നൈം, പിന്നെ അടുത്ത ഏത് വേണം? ഇമെയിൽ വേണം. പിന്നെ എന്താ വേണം? പിന്നെ വേണ്ടത് നമുക്ക് പാസ്വേഡ് ആണ് വേണ്ടത്. ഓക്കെ, പാസ്വേഡ് വേണം. പക്ഷേ അത് സ്ട്രിങ്ങിലോട്ടാണ് പാസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഈ ഫോം നമുക്ക് എവിടെ പോയി ഇമ്പോർട്ട് ചെയ്യാം? നമ്മളെ വ്യൂസിൽ പോയി ഇമ്പോർട്ട് ചെയ്യാം. ഈ വ്യൂസിന്റെ അകത്ത് നമുക്ക് ഫോം ഇമ്പോർട്ട് ചെയ്യാം. അത് കണക്ക് എന്ത് ചെയ്യാം? നമ്മളെ മോഡലിനെ ഇമ്പോർട്ട് ചെയ്ത് വയ്ക്കാം. ഓക്കെ, അപ്പൊ യൂസർ ഡോട്ട് ഫോംസ് ഇമ്പോർട്ട് യൂസർ രജിസ്ട്രേഷൻ ഫോം. അത് കണക്ക് ഏത് ഇമ്പോർട്ട് ചെയ്യണം? യൂസറിന് ഏത് ഇമ്പോർട്ട് ചെയ്യണം? മോഡൽസും ഇമ്പോർട്ട് ചെയ്യണം. മോഡൽസിന്റെ അകത്ത് യൂസർ രജിസ്റ്റർ. ഓക്കെ, ഇനി എന്താണ് ചെയ്യാനുള്ളത്? ഓക്കെ, ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം എവിടെ പാസ് ചെയ്ത് കൊടുക്കണം? ഈ HTML പേജിലോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം എവിടെ പാസ് ചെയ്ത് കൊടുക്കണം? ഈ രജിസ്ട്രേഷൻ ഡോട്ട് HTML എന്ന പേജിലോട്ട് പാസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇതാണ് ആ ഒരു ഫംഗ്ഷൻ. ഈ ഫംഗ്ഷനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫോം ഈക്വൽ ടു നമ്മുടെ ഫോമിന്റെ പേരെന്താണ്? യൂസർ ഫോം ബ്രാക്കറ്റിന്റെ അകത്ത്. ഓക്കെ, അതിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒബ്ജക്റ്റ് എവിടെ പാസ് ചെയ്ത് കൊടുക്കണം? ഇതിൽ കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. ഫോം, ഇനി പാസ് ചെയ്ത ഒബ്ജക്റ്റ് ഇവിടെ വന്ന് വിളിക്കണം. ഓക്കെ, എനിക്ക് ഒരു ഒബ്ജക്റ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പൊ വേരിയബിളിനകത്ത് ഫോം ഡോട്ട് ഏത് ഫീൽഡാണ് എനിക്ക് അവിടെ ഉള്ള? നൈം എന്ന ഫീൽഡാണ് ഒരാൾ. എന്നിട്ടൊന്ന് റിഫ്രഷ് ചെയ്ത് നോക്കാം, വന്നില്ലേ? എറർ വരും, കാരണം ഞാൻ റൺ ചെയ്തില്ല. ആൻസർ ഓക്കെ ഒന്നും കൂടി ഒന്ന്. ഓക്കെ, നൈം ഫീൽഡ് വന്ന്. ഇനി അത് കണക്ക് എന്ത് വേണം? ഇമെയിൽ വേണം, പാസ്വേഡ് വേണം. അപ്പൊ ഇത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇനി എല്ലാത്തിന്റെ നൈം മാറ്റിയിട്ട് ഫീൽഡ് നെയിം നൈം മാറ്റിയിട്ട് കറസ്പോണ്ടിങ് ഫീൽഡ് നെയിം സെറ്റ് ചെയ്ത് കൊടുക്കുക. നൈം, പാസ്വേഡ്, എന്നിട്ട് റീഫ്രഷ് ചെയ്യുക. ഇനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇൻപുട്ട് ടാഗിന് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്ലാസ് അപ്ലൈ ചെയ്യണം. ബൂട്ട്സ്ട്രാപ്പിന് ഒരു ക്ലാസ് അപ്ലൈ ചെയ്യണം ഡിസൈനിന് വേണ്ടി.
അപ്പൊ അതിനുവേണ്ടി നമുക്ക് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ എന്റെ പ്രീവിയസ് വീഡിയോയ്ക്കകത്ത് ഞാൻ ഒരു വിഡ്ജറ്റ് ക്രിയേഷൻ പറഞ്ഞിട്ടുണ്ട്, ഒരു മെത്തേഡ്. ഇനി വേറെ രീതിക്ക് എങ്ങനെ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം വേറൊരു മെത്തേഡിന്റെ അകത്ത്. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസിന്റെ അകത്തുള്ള മെറ്റാ ക്ലാസിന്റെ അകത്തായിരിക്കും ആ വിഡ്ജറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. വിഡ്ജറ്റ്സ് ഈക്വൽ ടു ഡിക്ഷണറിക്കകത്ത് കീയുടെ അവിടെ കൊടുക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫീൽഡിനാണോ നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകണം അല്ലെങ്കിൽ മോഡിഫൈ ചെയ്യാൻ പോകണം അതായിരിക്കും ആ ഫീൽഡിന് ഞാൻ കൊടുക്കണം. എന്നിട്ട് കോളൻ, എന്നിട്ട് എനിക്ക് എന്താണ് ആഡ് ചെയ്യാനുള്ള ആട്രിബ്യൂട്ടാണ് ആഡ് ചെയ്യാനുള്ളത്. സോ ഫോംസ് ഡോട്ട് നൈം എന്ന് പറയുന്നത് എന്ത് ഫീൽഡാണ്? ടെക്സ്റ്റ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫീൽഡാണ്. ടെക്സ്റ്റ് ഇൻപുട്ട് ബ്രാക്കറ്റിന്റെ അകത്ത് ആട്രിബ്യൂട്ട്സ്, വീണ്ടും ഡിക്ഷണറി ഓപ്പൺ ചെയ്യുക. ഇനി കീയുടെ അവിടെ നമ്മൾ ഓരോ ആട്രിബ്യൂട്ട് പറഞ്ഞു കൊടുക്കണം. ഇൻപുട്ട് ടാഗിന്റെ ഒരു ആട്രിബ്യൂട്ട് ആണ് ക്ലാസ്. അതിന് വാല്യൂ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫോം കൺട്രോളർ. എന്നിട്ട് ലാസ്റ്റ് കോമ എടുക്കുക. ഇനി അടുത്തടുത്ത് ഏതെങ്കിലും ആട്രിബ്യൂട്ട്സ് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ എന്നിട്ട് സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? സെർവർ റൺ ചെയ്യണം. ഓക്കെ, എറർ ഒന്നുമില്ല. ഇനി എന്ത് ചെയ്യുക? റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. കണ്ട ഡിസൈൻ മാറി, നമ്മൾ ആ ക്ലാസ് നെയിം ആഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് നെയിം ഫോം കൺട്രോൾ എന്നുള്ള ക്ലാസ് നെയിം ആഡ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡിസൈനിൽ കിട്ടിയത്. ഓക്കെ, ഇനി അത് കണക്ക് എല്ലാ ഫീൽഡിലും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ക്ലാസ് നെയിം ഡിസൈൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിനുവേണ്ടി ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ്സ് എടുക്കുക. ഏതൊക്കെ ഫീൽഡിന് അപ്ലൈ ചെയ്യണം? ഇമെയിൽ എന്ന ഫീൽഡിന് അപ്ലൈ ചെയ്യണം. അത് കണക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞ ഫീൽഡിലും അപ്ലൈ ചെയ്യണം. ഇമെയിലിന്റെ അവിടെ കൊടുക്കാനുള്ളതെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫോംസ് ഡോട്ട് ഇമെയിൽ ഇൻപുട്ട് എന്ന് പറഞ്ഞ സംഭവമാണ് കൊടുക്കാറുള്ളത്. പാസ്വേഡിന്റെ അവിടെ പാസ്വേഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. പിന്നെ റീഫ്രഷ് ചെയ്യുക. റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്കൊരു രജിസ്ട്രേഷൻ ഫോം കിട്ടും. പേര്, ഇമെയിൽ, പാസ്വേഡിന് സ്ഥലത്ത് പാസ്വേഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യാൻ പോകുന്നു? ഈ ഫോം വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നു? ഡേറ്റ സേവ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴായിരിക്കും ഡേറ്റാസ് സേവ് ആവുള്ള. ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വ്യൂസ് എടുക്കുക. എന്നിട്ട് ഈ ഒരു ലൈൻ കട്ട് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു ഇഫ് എഴുതാം. ഇഫ് സ്റ്റേറ്റ്മെന്റ് ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് ഈക്വൽ ടു പോസ്റ്റ് ആണെങ്കിൽ ബ്രാക്കറ്റിനകത്ത് ഇതിന്റെ അകത്ത് നമ്മൾ കട്ട് ചെയ്ത സാധനം പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതിന്റെ അകത്ത് റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് എന്ന് കൊടുക്കുക. എന്നിട്ട് എൽസിന്റെ അകത്ത് നേരത്തെ കട്ട് ചെയ്തത് വീണ്ടും കോപ്പി ചെയ്താൽ മതി. ഓക്കെ, ഇനി ഇഫിന്റെ അകത്താണ് എന്ത് ചെയ്യാൻ പോണത്? നമ്മൾ സേവ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഡിഫാൾട്ട് ആയിട്ട് നമ്മൾ URL മെത്തേഡ് ഏതിലായിരിക്കും? ഗെറ്റ് മെത്തേഡിലായിരിക്കും. നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഏതിലോട്ട് മാറും? പോസ്റ്റ് മെത്തേഡിലോട്ട് മാറും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി എന്ത് ചെയ്യാം? നമുക്ക് കോഡ് എഴുതാം. ഫസ്റ്റ് ഇഫ് ഫോംസ് ഡോട്ട് വാലിഡ് ആണോ, ഫോം വാലിഡ് ആണോ ചെക്ക് ചെയ്തോളൂ. ഫോം ഡോട്ട് വാലിഡ് ആണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് സേവ് ചെയ്യാം. ഫോം ഡോട്ട് സേവ് ചെയ്യാം. എന്നിട്ട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം? ഒരു അലേർട്ട് ബോക്സ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടണം. അപ്പൊ മെസ്സേജിന് വേണ്ടി ഞാൻ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യാണ്. ഒരു അലേർട്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ യൂസ് ചെയ്യണം. ഫ്രം ജാങ്കോ കോൺട്രിബ് ഇമ്പോർട്ട് മെസ്സേജസ്. ഇൻസേർട്ട് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടെയാണ് ഇൻസേർട്ട് ചെയ്യണം. അപ്പൊ അത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ എനിക്ക് സക്സസ്ഫുൾ ആയെന്ന ഒരു മെസ്സേജ് കാണിക്കണം. അപ്പൊ അതിനുവേണ്ടി മെസ്സേജസ് ഡോട്ട് സക്സസ് ബ്രാക്കറ്റിനകത്ത് റിക്വസ്റ്റ്, എന്നിട്ട് ഒരു മെസ്സേജ് പാസ് ചെയ്യണം. ഡേറ്റ ഈസ് സക്സസ്ഫുള്ളി ഇൻസേർട്ടഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ മെസ്സേജ് അടുത്ത പേജിലോട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാം. അതിന് മുമ്പ് ഒരു എൽസും കൂടി എഴുതാം. ഇനി ഫോമിനകത്ത് പോലെ എറർ ഉണ്ടെങ്കിൽ അത് ചെയ്യണം, നമുക്ക് ഡീബഗ് ചെയ്യണം. അല്ലെങ്കിൽ ടെർമിനലിൽ ജസ്റ്റ് ഒന്ന് കാണിക്കണം എവിടെയാണ് എറർ ഉള്ളത്. അപ്പൊ ഫോം ഡോട്ട് എറേസ്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളു ഒരു രജിസ്ട്രേഷന്റെ ഒരു കോഡ്. രജിസ്ട്രേഷൻ മാത്രം ചെയ്യാനുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എന്ത് ചെയ്യാം? മെസ്സേജ് പ്രിന്റ് ചെയ്യാനുള്ളതെന്ന് കൂടി എഴുതാം. മെസ്സേജ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് രജിസ്ട്രേഷന് താഴെയാണ് മെസ്സേജ് വരാനുള്ള. സോ അവിടെ എഴുതുന്നു ഒരു ഇഫ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു. അതിനകത്ത് മെസ്സേജസ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. മെസ്സേജസ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കൊടുത്തത് ആ സാധനമാണ് ഇവിടെ കൊടുക്കുന്നത്. മെസ്സേജസ് എൻ്റർ അടിക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു ഫോർ ലൂപ്പ് കൊടുക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു പോയിന്റർ ഒരു മെസ്സേജ് കൊടുക്കുന്നു. എന്നിട്ട് മെസ്സേജ് നിന്നാണ് എടുക്കാനുള്ളതെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് ഡിസ്പ്ലേ ചെയ്യണം. എനിക്ക് ഏത് മെസ്സേജ് ആണ് ഡിസ്പ്ലേ ചെയ്യുന്നത് വെച്ചാൽ ഈ കണ്ടന്റ് ആണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യണം. സോ എന്ത് ചെയ്യണം? ഞാൻ ഒരു വേരിയബിളിനകത്ത് ഈ മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പൊ എനിക്ക് ഒരു അലേർട്ട് ബോക്സിലാണ് എനിക്ക് ഡിസ്പ്ലേ ചെയ്യാനുള്ളത്. സോ ഒരു അലേർട്ട് ബോക്സ് സക്സസ്ഫുൾ ഒരു അലേർട്ട് ബോക്സിന്റെ കോഡ് എടുക്കുക. ഇവിടെ കൊണ്ടൊക്കെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇതെടുത്ത്
റിമൂവ് ചെയ്യുക. എന്നിട്ട് വേരിയബിളിനകത്ത് എന്ത് ചെയ്യുക, ഈ ഫോർ ലൂപ്പിനകത്ത് പറയുന്ന ഈ മെസ്സേജ് പാസ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, റീഫ്രഷ് ചെയ്ത് അതുല്യ@gmail.com എന്നിട്ട് പാസ്വേഡ് 123 രജിസ്റ്റർ ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഡേറ്റാബേസിലും കൂടി ചെക്ക് ചെയ്ത് നോക്കാം ആ വാല്യൂ വന്നിട്ടുണ്ടോ ഇല്ലയോ. ഓക്കെ, ഡേറ്റാബേസിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു ലോജിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ലോജിക്കൽ മിസ്റ്റേക്ക് അല്ല, ഒരു ചെറിയ സംഭവം കൂടി ആഡ് ചെയ്യാനുണ്ട്. പാസ്വേഡ് കണ്ട വിസിബിൾ ആയിട്ടാണ് വരുന്നത്. ഇപ്പോൾ ഒരാളുടെ ഡേറ്റാബേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അയാൾക്ക് കറസ്പോണ്ടിങ് പാസ്വേഡ് കിട്ടും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പാസ്വേഡിന് എന്ത് ചെയ്യണം, എൻക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ചെയ്യണം. എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ വ്യൂസി വരുന്നു. വ്യൂസി വന്നിട്ട് ഒരു പാക്കേജ് കോൾ ഇമ്പോർട്ട് ചെയ്യുന്നത് django.contrib.auth.hashers എന്നിട്ട് ഇമ്പോർട്ട് മേക്ക് പാസ്വേഡ് ചെക്ക് പാസ്വേഡ്. ഒന്ന് എൻക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒന്ന് എൻക്രിപ്റ്റ് ചെയ്ത സാധനം ഡീക്രിപ്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കണം, മാച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, എൻക്രിപ്റ്റ് ചെയ്യാം. അപ്പൊ ഏത് ഫീൽഡിനാണ് എൻക്രിപ്റ്റ് ചെയ്യാനുള്ള, പാസ്വേഡ് എന്ന് പറഞ്ഞ ഫീൽഡിനാണ് എൻക്രിപ്റ്റ് ചെയ്യുക. അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഈ പാസ്വേഡിനകത്ത് ഏത് വാല്യൂ ടൈപ്പ് ചെയ്യുമോ ആ വാല്യൂനെ എനിക്ക് എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം, അല്ലെങ്കിൽ ഫെച്ച് ചെയ്തെടുക്കണം. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിക്ഷണറി പോലത്തെ സംഭവമാണ് ക്ലീൻഡ് ഡേറ്റ. അപ്പൊ ഒരു ഫോമിൽ നിന്ന്, ഒരു ഫീൽഡിൽ നിന്ന്, ഒരു ഫീൽഡിൽ നിന്ന് വാല്യൂസ് എടുക്കാൻ വേണ്ടിയാണ് ക്ലീൻഡ് ഡേറ്റ എന്ന് പറഞ്ഞ സംഭവം യൂസ് ചെയ്യുന്നത്. അത് ഡിക്ഷണറിയിലാണെങ്കിൽ ഡിക്ഷണറിയിൽ നിന്ന് വാല്യൂ ആക്സസ് ചെയ്യുന്നതൊക്കെ തന്നെ. അപ്പൊ അതിനുവേണ്ടി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് കാണിക്കാം. പ്രിന്റ് ഒരു വേരിയബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്യണേ, പാസ്വേഡ് PWD പാസ്വേഡ് ഈക്വൽ ടു, എനിക്ക് എവിടെ നിന്നാണ് വാല്യൂ എടുക്കാനുള്ള, ഫോമിൽ നിന്ന് എവിടെ നിന്നാണ് എടുക്കാനുള്ള, ഫീൽഡിൽ നിന്ന്, പാസ്വേഡ് എന്നുള്ള ഫീൽഡിൽ നിന്നാണ് എടുക്കാനുള്ള. സോ ആ ഫീൽഡിൽ നിന്ന് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ക്ലീൻഡ് അണ്ടർസ്കോർ ഡേറ്റ എന്ന് പറഞ്ഞ സംഭവം എടുക്കും. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് ഏത് ഫീൽഡിൽ നിന്നാണ് എടുക്കാനുള്ള, പാസ്വേഡ് എന്ന് പറഞ്ഞ ഫീൽഡിൽ നിന്നാണ് എടുക്കാനുള്ള പാസ്വേഡ്. ഈ പാസ്വേഡ് എനിക്ക് എന്ത് ചെയ്യണം, ഈ പാസ്വേഡിന് എനിക്ക് ന്യൂ പാസ്വേഡ് എന്ന് കൊടുക്കുക, മനസ്സിലാവാൻ വേണ്ടി. ന്യൂ പാസ്വേഡ് ഇതിൽ എന്ത് ചെയ്യണം, ഡീക്രിപ്റ്റ് ചെയ്യണം. അപ്പൊ മേക്ക് പാസ്വേഡിന്റെ അകത്ത് എന്ത് പാസ് ചെയ്ത് കൊടുക്കണം, ഓൾഡ് പാസ്വേഡ് പാസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിലോട്ട് അസൈൻ ചെയ്യണം. അസൈൻ ചെയ്യാൻ നേരത്ത് സേവ് ഹോം ഡേറ്റ ഇവിടെ ഇല്ല, അസൈൻ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫോം ഡോട്ട് ഇൻസ്റ്റൻസ് ഡോട്ട് ഏത് ഫീൽഡാണ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ആ ഫീൽഡിനെ പാസ്വേഡ് ഈക്വൽ ടു ന്യൂ പാസ്വേഡ്. ഓക്കെ, ഇനി എന്ത് ചെയ്യണം, സേവ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഫോം ഡോട്ട് സേവ് ഫംഗ്ഷൻ, സ്പേസിങ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, റിഫ്രഷ് ചെയ്ത് ഇനി അവിടെ പേര് ടൈപ്പ് ചെയ്യണം, അർഷാദ്. ഒരു മെയിൽ അഡ്രസ് ടൈപ്പ് ചെയ്യണം, arshad@gmail.com. പാസ്വേഡ് 123 രജിസ്റ്റർ ചെയ്യുന്നു, സക്സസ്ഫുൾ എന്ന് എഴുതി കാണിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റാബേസിൽ പോയിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഓക്കെ, ഡേറ്റാബേസിലോട്ട് പോയപ്പോൾ കണ്ട പാസ്വേഡ് എൻക്രിപ്റ്റ് ആയി. 123 ആണ് കൊടുത്തത്. അപ്പൊ 123ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എൻക്രിപ്റ്റഡ് പാസ്വേഡ് ആണ് കിട്ടിയത്. അപ്പൊ ഇനി ഒരാൾ ഡേറ്റാബേസ് ഒന്ന് നോക്കിയാൽ പോലും ആ പാസ്വേഡ് ശരിക്കും എന്തെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ ഇതാണ് രജിസ്ട്രേഷൻ ഫോം. ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ലോഗിൻ പേജ് ആണ് ചെയ്യാൻ പോകുന്നത്. ലോഗിൻ പേജ് ചെയ്തിട്ടുണ്ട്, ഇനി ലോഗിൻ പേജിന്റെ അകത്തുള്ള ലോജിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇത്രയാണ് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള ബേസിക് കാര്യങ്ങൾ. ഇനി ലോഗിൻ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലോഗിൻ പേജിന്റെ കോഡ് എഴുതാം. അപ്പൊ ഫസ്റ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോമിൽ നിന്ന് ഡേറ്റാസ് കളക്ട് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി നേരെ നമ്മൾ കോഡ് എടുക്കാം. ലോഗിൻ പേജിന്റെ കോഡാണ്. അതിനകത്ത് നോക്കണം എവിടെയാണ് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വാല്യൂസ് പോണത്. അപ്പൊ ആക്ഷനിൽ നോക്കണം. ആക്ഷൻ അവിടെ എൻഡി ആണെങ്കിൽ അത് എൻഡി എന്നാണെങ്കിൽ സെയിം ഫംഗ്ഷനകത്ത് എവിടെയാണോ റെൻഡർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ആ ഫംഗ്ഷനകത്തായിരിക്കും വാല്യൂ പോകണം. നമുക്ക് വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമുക്ക് കോഡ് എഴുതാം. ഇഫ് റിക്വസ്റ്റ് ഡോട്ട് മെത്തേഡ് പോസ്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വാല്യൂസ് സ്റ്റോർ ചെയ്യണം. അപ്പൊ മെയിൽ ഈക്വൽ ടു റിക്വസ്റ്റ് ഡോട്ട് പോസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സിംഗിൾ കോട്സിനകത്ത് എന്ത് ചെയ്യണം, ഏതെന്നാണ് വാല്യൂ എടുക്കാനുള്ള അതിന്റെ നെയിം പാസ് ചെയ്യണം. ആ ഇൻപുട്ട് ഫീൽഡിന് നെയിം പാസ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇനി അടുത്ത് എന്താണ് വേണ്ടത്, പാസ്വേഡ് ആണ് അടുത്തത്. പാസ്വേഡ് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഏത് വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാനുള്ള, ഇൻപുട്ട് ഫീൽഡ്. പാസ്വേഡ് എന്ന ഇൻപുട്ട് ഫീൽഡിലെ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യാനുള്ള. ഇനി എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് മെയിൽ ID യൂസ് ചെയ്ത് ഡേറ്റാബേസിൽ നിന്ന് റോ സെലക്ട് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം, കറസ്പോണ്ടിങ് മെയിൽ ID യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം,
ടേബിളിൽ ആ റോ സെലക്ട് ചെയ്യണം. റോ സെലക്ട് ചെയ്തിട്ട് ആ റോയിലെ പാസ്വേഡ് ആയിട്ട് ചെക്ക് ചെയ്തു. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത പേജിൽ പോകാനുള്ള ആക്സസ് കൊടുക്കാം. കറക്റ്റ് അല്ലെങ്കിൽ ഇൻവാലിഡ് കൊടുക്കാം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, ആ ഡേറ്റാബേസിൽ ചെക്ക് ചെയ്ത് നോക്കണം, ആ മെയിൽ ഉണ്ടാവില്ലേ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്യണം. അപ്പൊ അതിന് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെലക്ട് ചെയ്യാൻ വേണ്ടി ഡേറ്റാബേസിൽ നിന്ന് ഒരു ടേബിളിൽ നിന്ന് വേണ്ടി സെലക്ട് ചെയ്യാൻ വേണ്ടി ഗെറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ് സെലക്ട് ചെയ്യണം, നമ്മൾ ടേബിളിൽ നിന്നാണ് സെലക്ട് ചെയ്യുന്നത്. സോ യൂസർ രജിസ്റ്റർ മോഡൽ വിളിച്ച് ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷന്റെ അകത്ത് നമ്മളെ കോള ഏതാണ്, ഏത് കോളായിട്ടാണ് ചെക്ക് ചെയ്ത് നോക്കാനുള്ള ഇമെയിൽ എന്ന് പറഞ്ഞ കോളായിട്ടാണ് ചെക്ക് ചെയ്യാനുള്ള. ഇമെയിൽ ഈക്വൽ ടു നമ്മൾ ഈ ഇവിടുന്ന് എടുക്കുന്ന ഡേറ്റ ഇപ്പൊ എവിടെയാണ് സ്റ്റോർ ചെയ്യണം, ഇതിന്റെ അകത്ത് മെയിലായിട്ട് ചെക്ക് ചെയ്തോളാം. ഓക്കെ, അപ്പൊ നമ്മൾ കറസ്പോണ്ടിങ് മെയിലുള്ള നമ്മൾ ഏത് മെയിലാണ് അടിക്കുന്നത് ആ മെയിലിന്റെ കറസ്പോണ്ടിങ് കോളം റോ മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. ഇനി എന്ത് ചെയ്യണം, ആ റോയ്ക്കകത്ത് ഉള്ള പാസ്വേഡ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കണം. അപ്പൊ നമ്മൾ ഇമെയിൽ മാച്ച് ചെയ്യണം, അല്ലെങ്കിൽ പാസ്വേഡ് മാച്ച് ചെയ്യണം. പാസ്വേഡ് മാച്ച് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാവൂ, ആക്സസ് കൊടുക്കാവൂ. അപ്പൊ അതിനുവേണ്ടി നമുക്ക് കണ്ടീഷൻ കൊടുക്കാം ഇഫ്. എന്നിട്ട് നമ്മൾ മേളിൽ ഒരു ചെക്ക് പാസ്വേഡ് എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ലോഗിൻ പേജിൽ നിന്ന് എടുക്കുന്ന വാല്യൂ അതെവിടെയാണ് സ്റ്റോർ ചെയ്യണം, ഈ പാസ്വേഡ്. ആ പാസ്വേഡ് ആ വേരിയബിൾ ഫസ്റ്റ് കോപ്പി ചെയ്യണം, മീൻസ് പേസ്റ്റ് ചെയ്യണം. എന്നിട്ട് രണ്ടാമത്തെ ആർഗ്യുമെന്റ് പാസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇവിടെ നിന്ന് എടുക്കുന്ന വാല്യൂ, ആ വാല്യൂ എവിടെയായിട്ട് മാച്ച് ചെയ്ത് നോക്കണം, നമ്മൾ ആ ഡേറ്റാ ബേസിൽ പാസ്വേഡ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കണം. പാസ്വേഡ് ആയിട്ട് മാച്ച് ചെയ്ത് നോക്കണം. അപ്പൊ എന്ത് പറയണം, നമ്മുടെ ടേബിളിന്റെ അകത്ത് അല്ലെങ്കിൽ ആ റോയ്ക്കകത്തുള്ള ഫീൽഡ് പറഞ്ഞു കൊടുക്കണം. അപ്പൊ നമ്മുടെ ടേബിൾ ഇപ്പൊ നമ്മൾ റോ ഇപ്പൊ ഏതിലാണ് സെലക്ട് ചെയ്തേക്കുന്നത്, ഡേറ്റയ്ക്കകത്ത്. അപ്പൊ ഡേറ്റ ഡോട്ട് ഏത് കോളമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം, പാസ്വേഡ് എന്ന് പറഞ്ഞ കോളമായിട്ട് മാച്ച് ചെയ്ത് നോക്കണം. അപ്പൊ പാസ്വേഡ് എന്ന് മാത്രം കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു എൽസും കൂടി ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ മെയിലും പാസ്വേഡ് ഉണ്ടെങ്കിൽ, അങ്ങനത്തെ മെയിലും പാസ്വേഡും ശരിയാണെങ്കിൽ എവിടെ കയറാൻ പറയുന്നു, ഇഫിനകത്ത് കയറിയിട്ട് എവിടെ പോകാനാണോ പറയാനുള്ളത് അവിടെ പോകാം. ഇനി നമുക്കൊരു സെക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. സെക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, റിക്വസ്റ്റ് ഡോട്ട് സെക്ഷൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് സിംഗിൾ കോഡ്സിനകത്ത് സെക്ഷന് ക്രിയേറ്റ് ചെയ്യണ വേരിയബിളിനെ. ഇപ്പൊ ഞാൻ യൂസർ മെയിൽ, അതാണ് ആ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണ വേരിയബിൾ. ഈക്വൽ ടു അതിനകത്ത് ഞാൻ എന്ത് പാസ് ചെയ്ത്, യൂസറിനെ മെയിൽ ഐ ഡി പാസ് ചെയ്യണം. അപ്പൊ ഡേറ്റ ഡോട്ട് ഇമെയിൽ. ഓക്കെ, കാരണം ഇമെയിൽ ഐ ഡി നമുക്ക് എന്ത് ചെയ്യാം, യൂണീക്ക് ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പൊ യൂണീക്ക് ആയിട്ടുള്ള ഏത് വാല്യൂ പാസ് ചെയ്താൽ മതി, യൂണീക്ക് ആയിരിക്കണമെന്നേ ഉള്ളൂ. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റീഡയറക്ട് ചെയ്ത് കൊടുക്കാം. റീഡയറക്ട് ഇപ്പൊ റിട്ടേൺ റീഡയറക്ട് എവിടെ പോകണമെന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ എനിക്ക് യൂസർ നെയിം പാസ്വേഡും ശരിയാണെങ്കിൽ എനിക്ക് എവിടെ പോകണം, വെൽക്കം പേജിലോട്ട് പോകണം. വെൽക്കം പേജിലോട്ട് പോകാനുള്ള URL നെയിമാണ് വെൽക്കം. ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടങ്ങ് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇനി യൂസർ നെയിം പാസ്വേഡും തെറ്റാണെങ്കിൽ, ഇമെയിലും പാസ്വേഡും തെറ്റാണെങ്കിൽ എന്ത് ചെയ്യണം, എനിക്ക് സെയിം ലോഗിൻ പേജ് തന്നെ വീണ്ടും ലോഡ് ആവണം. അപ്പൊ ലോഗിൻ പേജിന്റെ പാത്തിന്റെ നെയിം കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കോഡിൽ എററൊന്നുമില്ല. ഇനി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റീഫ്രഷ് ചെയ്ത് അർഷാദ് ഡോട്ട് ഓക്കെ, ഇനി 1 2 3 എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കും. ലോഗിൻ ചെയ്യുന്നു. ഓക്കെ, സക്സസ്ഫുൾ ആയിട്ട് ലോഗിൻ ആയിട്ടുണ്ട്. ഓക്കെ, ബാക്ക് സ്പേസ് ഇറങ്ങി. ഇനി നമുക്ക് തെറ്റായിട്ടുള്ള ഒരു പാസ്വേഡ് കൊടുത്തു നോക്കാം. തെറ്റായിട്ടുള്ള പാസ്വേഡ് കൊടുക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ വരുന്നത് സെയിം ലോഗിൻ പേജ് തന്നെയാണ് വരുന്നത്. കാണാം, ശരിയായിട്ടുള്ള പാസ്വേഡ് 1 2 3 ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ശരിയായിട്ടുള്ള പാസ്വേഡ് വരും. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ ഡയറക്റ്റ് വെൽക്കം പേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, വെൽക്കം പേജിലോട്ട് പോകാൻ പറ്റും. അപ്പൊ ഈ ഒരു ഇൻട്രൂഷനും കൂടി ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം, സെക്ഷൻ യൂസ് ചെയ്യണത്. ഓക്കെ, എന്നിട്ട് നമ്മൾ എവിടെ പോകും, നമ്മളെ വെൽക്കം പേജ് റെൻഡർ ചെയ്ത ഫംഗ്ഷൻ അവിടെ പോകും. നമ്മളെ വെൽക്കം പേജ് റെൻഡർ ചെയ്ത ഫംഗ്ഷൻ അവിടെ പോകും. നമ്മൾ വെൽക്കം പേജ് റെൻഡർ ചെയ്ത ഫംഗ്ഷൻ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, നമ്മൾ സെക്ഷൻ വെച്ചിട്ട് ഒരു കണ്ടീഷൻ ചെയ്യും. നമ്മൾ സെക്ഷൻ വെച്ചിട്ട് ഒരു കണ്ടീഷൻ ചെയ്യും. ആ സെക്ഷൻ വാലിഡ് ആണെങ്കിൽ മാത്രമേ ആ പേജിലോട്ട് ലോഡ് ആവൂ, പോകാവൂ എന്ന് എഴുതി കൊടുക്കും. അപ്പൊ അത് വലിയ കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, ആ വേരിയബിൾ യൂസർ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് സെക്ഷനെ റിട്രീവ് ചെയ്യാം. നമ്മൾ സെക്ഷൻ ക്രിയേറ്റ് ചെയ്യണ കണ്ട് ഇനി ആ സെക്ഷൻ നമുക്ക് എങ്ങനെ റിട്രീവ് ചെയ്യാന്നാണ് നോക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റിക്വസ്റ്റ് ഡോട്ട് സെക്ഷൻ ഡോട്ട് ഗെറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്താണ് സെക്ഷനെ നമ്മൾ എന്ത് ചെയ്യണം, റിട്രീവ് ചെയ്യണം. സിംഗിൾ കോഴ്സിനകത്ത് ഏത് സെക്ഷൻ ആണോ നമുക്ക് റിട്രീവ് ചെയ്യാനുള്ള, എനിക്കിവിടെ ഏത് സെക്ഷനാണ് റിട്രീവ് ചെയ്യാനുള്ള, യൂസർ മെയിൽ എന്ന സെക്ഷനാണ് റിട്രീവ് ചെയ്യണം. അതിവിടെ കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇഫ് യൂസർ അങ്ങനത്തെ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു സെക്ഷൻ ഉണ്ടെങ്കിൽ, യൂസർ മെയിൽ എന്ന സെക്ഷൻ അങ്ങനത്തെ സെക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ പേജിലോട്ട്
റിട്ടേൺ ചെയ്യാൻ പറയും. ഈ പേജിലോട്ട് എന്ത് ചെയ്യാൻ പറയും? റിട്ടേൺ ചെയ്യാൻ പറയും. ഇനി അങ്ങനത്തെ സെക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറയും? അങ്ങനത്തെ സെക്ഷൻ ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ പറയും? ലോഗിൻ പേജിലോട്ട് തന്നെ റീഡയറക്ട് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ലോഗിൻ പേജിലോട്ട് തന്നെ റീഡയറക്ട് ചെയ്യാൻ പറയും. റീഡയറക്ട് ലോഗിൻ പേജിന്റെ പേര് നെയിം എന്തിനായിരുന്നു? ലോഗിൻ പേജ് തന്നെ. അത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്തു. ഓക്കെ, ടെർമിനൽ എറർ ഒന്നുമില്ല. നമുക്കൊന്ന് ചെക്ക് ചെയ്തോ. ഇനി എന്ത് ചെയ്യണം? ഞാൻ യൂസർ നെയിം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാതെ വെൽക്കം ടൈപ്പ് ചെയ്യാണ്. അപ്പൊ പോകാൻ ചാൻസ് ഉണ്ട്, കാരണം ആ സെക്ഷൻ ക്ലിയർ ആയിട്ടില്ല. സെക്ഷൻ ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യണം? നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കണം. സെക്ഷൻ ക്ലിയർ ആക്കാൻ വേണ്ടി ഇൻസ്പെക്ഷൻ അതിൻ്റെ അകത്ത് മെമ്മറിക്കകത്ത് ആപ്ലിക്കേഷൻ്റെ അകത്ത് സെക്ഷൻ്റെ അകത്ത് സെക്ഷൻ ക്രിയേറ്റ് ആയില്ലേ? ഓക്കെ, ഇനി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വെൽക്കം. ഓക്കെ, ഞാൻ നേരത്തെ അർഷദിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്ത സെക്ഷൻ ഐ ഡി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി ഞാൻ വെൽക്കം പേജ് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് എനിക്ക് പോകത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സെക്ഷൻ എന്റെ ബ്രൗസറിൽ ഇല്ല. ആ സെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ആ പാത്തി പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇവിടെ അർഷദിന്റെ പേരിൽ ക്രിയേറ്റ് ചെയ്യണം. അർഷദിന്റെ പേര് കയറിയിട്ട് ഞാൻ ശരിയായിട്ടുള്ള പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സെക്ഷൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അടുത്ത പേജിലോട്ട് ആക്സസ് ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ലോഗൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഈ സെക്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയണം, റിമൂവ് ആയി ചെയ്യണം. അല്ലെങ്കിൽ ലോഗൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ സെക്ഷൻ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്ത് കളയണം. സെക്ഷനെ ക്ലിയർ ചെയ്ത് കളയണം. നമുക്ക് സെക്ഷൻ ക്ലിയർ ചെയ്യാം. സെക്ഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബട്ടന് ലിങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ആങ്കർ ടാഗ് യൂസ് ചെയ്ത് ലിങ്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. സെക്ഷൻ ക്ലിയർ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമുക്കൊരു URL ക്രിയേറ്റ് ചെയ്യാം. ലോഗൗട്ട്, എന്നിട്ട് ആ ഫംഗ്ഷൻ നെയിം ലോഗൗട്ട്, ആ ഒരു URLനെ കോൾ ചെയ്യാൻ വേണ്ടി നെയിം സെറ്റ് ചെയ്ത് കൊടുത്തത് ലോഗൗട്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്ക് ലോഗൗട്ട് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ഡെഫ് ലോഗൗട്ട് ബ്രാക്കറ്റിനകത്ത് റിക്വസ്റ്റ് കോളൻ, എന്നിട്ട് എന്ത് ചെയ്യാം? സെക്ഷൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ഡോട്ട് സെക്ഷൻ ക്ലിയർ ഫംഗ്ഷൻ യൂസ് ചെയ്താൽ മതി. സെക്ഷൻ നമുക്ക് ക്ലിയർ ചെയ്യാം. എന്നിട്ട് എവിടെ പോകാൻ പറയും? ലോഗിൻ പേജിലോട്ട് തന്നെ റീഡയറക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ആ URL നെയിം എവിടെ പാസ് ചെയ്ത് കൊടുക്കുക? ഇവിടെ hrefനകത്ത് URL ടാഗിനകത്ത് പാസ് ചെയ്ത് കൊടുക്കുക. സോറി, നെയിം ലോഗൗട്ട് നെയിം പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? റീഫ്രഷ് ചെയ്തിട്ട് നമുക്കൊന്നും കൂടി വെൽക്കത്തിൽ കയറാൻ നോക്കാം. ഓക്കെ, പറ്റത്തില്ല. അപ്പൊ നമുക്ക് എന്ത് ക്രിയേറ്റ് ചെയ്യാം? ലോഗിൻ ചെയ്യാം. ഓക്കെ, 1 2 3. ഓക്കെ, ലോഗിൻ ആയിട്ടുണ്ട്. ആ സെക്ഷൻ ഐ ഡി വന്നിട്ടുണ്ട്. ഇനി സെക്ഷൻ ലോഗൗട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അതിന്റെ സെക്ഷൻ ക്ലിയർ ആവണം. ഓക്കെ, ക്ലിയർ ആയി. ഇനി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ക്ലിയർ ആയോ അല്ലയോ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വീണ്ടും ലോഗിൻ വെൽക്കത്തിലോട്ട് കൊടുത്താൽ മതി. വെൽക്കത്തിനകത്ത് കയറാൻ നേരത്തെ കണ്ട പറ്റുന്നില്ല. അപ്പൊ നേരത്തെ അർഷദ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത സെക്ഷൻ ഐ ഡി പോയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ചെയ്യുമ്പോൾ പുതിയ സെക്ഷൻ ഐ ഡി ആയിരിക്കും ക്രിയേറ്റ് ആയി വരുന്നത്. 1 2 3. അപ്പൊ വീണ്ടും ക്രിയേറ്റ് ആയി. ഇനി ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കയറാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തില്ല. ഇനി നമുക്ക് വേറൊരാളിൽ നമുക്ക് എന്ത് ചെയ്യാം? രജിസ്റ്റർ ചെയ്യാം. വേറൊരാളുടെ പേര് രജിസ്റ്റർ ചെയ്യാം. ഷാലു s@gmail.com. പാസ്വേഡ് 1 2 3 4. 1 2 3 4 രജിസ്റ്റർ ചെയ്തു. സക്സസ്ഫുൾ ആയി. നമ്മുടെ ഡേറ്റാബേസിൽ വന്നിട്ടുണ്ടോ നോക്കാം. ഡേറ്റാബേസിൽ ഓക്കെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം? നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഓക്കെ, gmail.com. പാസ്വേഡ് 1 2 3 4. ഓക്കെ, ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ലോഗൗട്ട് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടി വെൽക്കം പേജിലോട്ട് നോക്കണം. വർക്കാവില്ല. ഓക്കെ, ഇനി ഇതിനകത്ത് ഒരു ചെറിയ സംഭവം കൂടി ഉള്ളത്. s@gmail.com 1 2 3 4.
ലോഗിൻ ചെയ്യാൻ നേരത്ത് ഇവിടെ കറസ്പോണ്ടിങ് യൂസറിന്റെ പേര് കാണിക്കണം. അപ്പോഴല്ലേ യൂസറിനെ തിരിച്ചറിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടി വലുതായിട്ടൊന്നുമില്ല. നമ്മൾ വെൽക്കം പേജിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സെക്ഷനെ യൂസറിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സെക്ഷനകത്ത് ഇരിക്കുന്നത് ഈ യൂസറിന്റെ മെയിൽ ഐ ഡി ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റാസ് റിട്രീവ് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ ഡേറ്റ ഈക്വൽ ടു നമ്മളെ മോഡൽ യൂസർ രജിസ്റ്റർ ഡോട്ട് ഒബ്ജക്ട്സ് ഡോട്ട് ഗെറ്റ് ഫംഗ്ഷന്റെ അകത്ത് ഈ യൂസർ മെയിൽ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ ആണ് ഇരിക്കുന്നത്. അപ്പൊ ഇമെയിൽ എന്ന കോളത്തിന്റെ അകത്ത് എന്ത് ചെയ്യാം, യൂസറിന്റെ ഡേറ്റ നോക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒരു ഡേറ്റ പാസ് ചെയ്യാം, നമ്മൾ ആ പേജിലോട്ട് പാസ് ചെയ്യാം. കോണ്ടെക്സ്റ്റ് ഡേറ്റ ആണ് പാസ് ചെയ്യാം. അപ്പൊ അതിനുവേണ്ടി ഡേറ്റ കോളൻ ഡേറ്റ, എന്നിട്ട് വെൽക്കം പേജ് വന്നിട്ട് ഞാൻ ഇവിടെ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. ഡേറ്റ ഡോട്ട് എനിക്ക് എന്താണ് ഡിസ്പ്ലേ ചെയ്യാനുള്ള, നെയിമാണ് ഡിസ്പ്ലേ ചെയ്യാറ്. ഓക്കെ, ഇനി ഒന്ന് റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ട ഷാലു എന്നായി. ഇനി ലോഗ് ഔട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അർഷദിന്റെ പേജിൽ കയറാം. 1 2 3 ലോഗ് അവിടെ അർഷദ്. അപ്പൊ നമുക്ക് സെക്ഷൻ വെച്ച് യൂസറിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു ലൂപ്പ് ഹോൾ ഒഴിവാക്കാനും പറ്റും. സെക്ഷൻ ഇല്ലാതെ നമുക്ക് എന്ത് പറ്റത്തില്ല, വേറൊരു പേജിലോട്ട് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ സെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അടുത്ത പേജിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇതാണ് രജിസ്ട്രേഷൻ ലോഗിൻ പേജ് സെക്ഷൻ യൂസ് ചെയ്യണത്, പിന്നെ UID യൂസ് ചെയ്യണത് ഒരു വീഡിയോ. ഓക്കെ.